ജസ്ന സലീം, അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ അവരിന്നലെ കുറച്ച് തട്ടുമുട്ട് ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ പറയുന്നത് അത് ഞാനല്ല എടുത്തത്, ഞാനത് എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള മുട്ടായുക്തി ന്യായീകരണങ്ങളാണ് അവിടെ ഇരുന്ന് ന്യായീകരിക്കുന്നത്. അപ്പോൾ അതിലെന്ത് യുക്തിയുണ്ട് എന്നൊരു കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അവർ പോലീസിനോടും ദേവസ്വത്തിനെയൊക്കെ വിളിച്ചറിയിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു ഹൈക്കോടതി വിധി അവിടെ നിലനിൽക്കുന്നു. ഹൈക്കോടതി ഉത്തരവിട്ടത് അത് ഒരാഴ്ചത്തേക്കോ 2 മാസത്തേക്കോ അല്ല. അവിടെ റീൽസ് എടുക്കാൻ പാടില്ല എന്നൊരു നിയമമാണ്. അപ്പോൾ ആരെ കാണിക്കാനാണ് ഇവർ വീണ്ടും വീണ്ടും പോയിട്ട് അത് ചെയ്യുന്നത്? അവർ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു എന്തോ ഒരു സാധനം വാങ്ങിക്കാൻ അവിടെ ഷോപ്പ്, അമ്പലത്തിൻ്റെ പുറത്ത് എത്ര ഷോപ്പ് ഉണ്ടോ. അതും പോട്ടെ, ഈ ഷോപ്പിൽ പോകുന്നത് എന്തിനും വീഡിയോ ആക്കുന്നത്? അതും ഗുരുവായൂരമ്പലത്തിൻ്റെ നടപ്പന്തലിനുള്ളിലെ ഷോപ്പിൽ തന്നെ പോയി വീഡിയോ ചിത്രീകരിക്കണം. എന്താണ് നിർബന്ധം? ആർക്കാണ് നിർബന്ധം? അപ്പൊ ആരെയാണ് ഇത് കാണിക്കേണ്ടത്? അപ്പൊ ഇത് കാണിക്കണം, അതാണ് അവിടുത്തെ. ഞാൻ ഗുരുവായൂരമ്പലത്തിൽ ഇപ്പോഴും പോകുന്നുണ്ട് എന്ന് ആരൊക്കെയോ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ആദ്യത്തെ ഒരു തവണ നമ്മൾ അറിയാതെ ചെയ്തു, തെറ്റുപറ്റി, മാപ്പ് അപേക്ഷിച്ചു എന്ന് വയ്ക്കുക. പിന്നെ നമ്മൾ ആ തെറ്റ് ചെയ്യാണ്ടിരിക്കുക, അങ്ങോട്ട് പോവാണ്ടിരിക്കുക. ആർക്കും ഗുരുവായൂരമ്പലത്തിൽ ചെന്ന് സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള റീൽസും വീഡിയോകളും ചിത്രീകരിക്കാം എന്നുള്ള ധാരണയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവിലൂടെ മാറ്റിയത്. അതൊന്നും വേണ്ട. 1 മാസം ആയിട്ടേ ഉള്ളൂ ജാസ്മിൻ ജാഫറിന്റെ ഒരു ഭയങ്കര പ്രശ്നമായിട്ട്. അതിന് മുമ്പ് ഇവരുടെ പേരിൽ കേസ് ഉണ്ടായിരുന്നു. അങ്ങനെ വിവാദങ്ങളിലേക്ക് ഗുരുവായൂരമ്പലത്തിനെ വലിച്ചിടാൻ ഈ സ്ത്രീകൾ എന്തിനാണ് ഇങ്ങനെ ഉത്സാഹിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. എന്തിനാണ് ഗുരുവായൂരമ്പലത്തിന്റെ പേര് ആവശ്യമില്ലാതെ വലിച്ചിഴക്കുന്നത്? ഗുരുവായൂരമ്പലത്തിനെ വിവാദങ്ങളിലേക്ക് തള്ളിവിടാൻ ആർക്കാണ് നിർബന്ധം? അപ്പൊ ഇതിന്റെ പുറകിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ, ആളുകളുടെ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു കാര്യം അന്വേഷിക്കേണ്ടത് പോലീസാണ്. ഇവരിപ്പോ മുട്ടായുക്തി ന്യായങ്ങൾ പറയുന്നത് ഇവരറിയാതെ വന്നു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, എന്തോ ഒരു സാധനം വാങ്ങിക്കാൻ പോയതാണ്, ഞാനല്ല വീഡിയോ എടുത്തത്, ICGക്കാരാണ്, ഞാൻ നടന്നു വരുന്ന വീഡിയോ എടുത്തത് എന്നൊക്കെയാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർ ഈ പറയുന്ന മുട്ടായുക്തി ന്യായങ്ങളിൽ എന്തുമാത്രം സത്യസന്ധതയുണ്ട് എന്നൊരു കാര്യമാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. നിങ്ങൾ ശരിക്കും കാണണം ആ വിഷ്വൽസ് ഒക്കെ. ഇതിൽ അവർ നടപ്പന്തലിൽ നിന്ന് നടന്നു വരുന്നു. 2 സൈഡിൽ ക്യാമറ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണോ അറിയാതെ നിന്നിട്ട് എടുക്കുന്നതാവുന്നത്? നടന്നു വരുന്ന ഇവര് വീഡിയോക്കാരെ നോക്കിയിട്ട് എന്തോ ഒന്ന് പറയാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് അറിയാതെയാണോ? വെൽ പ്ലാനഡ് ആണ്. ആദ്യത്തെ ഒരു തവണയാണ് നമുക്ക് അറിയാതെ എന്നുള്ള പദം ഉപയോഗിക്കാൻ പറ്റുക. അറിയാതെ തെറ്റുപറ്റുക, മാപ്പ് അപേക്ഷിക്കാം. പിന്നീട് ഇത് ആദ്യമായിട്ട് വരുന്ന വീഡിയോ അല്ല. ഇതിനു മുമ്പും ഗുരുവായൂരമ്പലത്തിന്റെ നടപ്പന്തലിൽ ഈ കഴിഞ്ഞ മാസത്തിന്റെ മുമ്പ് വീണ്ടും ഇതേപോലത്തെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. അഭിനയ സിംഗമാണ്. അപ്പൊ ഈ അഭിനയ സിംഗം ഇതുപോലെ അറിയാതെ കുറെ എടുത്തിട്ട് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ, എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ തവണ നമുക്ക് പറ്റുന്ന തെറ്റാണ് അറിയാതെ പറ്റുന്ന തെറ്റെന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഹൈക്കോടതി വിധി നിലവിലുണ്ട് എന്നറിഞ്ഞിട്ടും പിന്നെയും അവിടെ പോയിട്ട് അറിയാണ്ട് റീൽസ് ഷൂട്ട് ചെയ്യുന്നത് തെറ്റല്ലേ? അപ്പൊ തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്നത് ഒരിക്കലും കണ്ടില്ല എന്ന് നമുക്ക് കണ്ണടച്ച് പൂട്ടിയിരിക്കാൻ പറ്റൂല. ഇതിന് തീർച്ചയായിട്ടും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പം ഈ വിഷ്വൽസിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇവരെന്തോ ഒന്ന് പറയുന്നുണ്ട്. ആ വീഡിയോ എടുക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത്. അവരറിയാതെ ഒരാൾ നിന്ന് വീഡിയോ എടുത്തു. അതും വലിയൊരു ചാനലാണ് വന്നിരിക്കുന്നത്, ICGക്കാരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ചാനലിൽ ഇവരറിയാണ്ട് ഒരു വീഡിയോ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അല്ലേ? അഭിനയ സിംഗത്തിൻ്റെ ആ കള്ളത്തരം നിങ്ങളൊന്ന് നോക്കൂ. എന്ത് വെറും പച്ച നുണയാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ഈ വിഷ്വൽസിൽ തന്നെ മനസ്സിലാവും. അവരറിയാതെ അല്ല ഇത് സംഭവിച്ചിട്ടുള്ളത്. അവരറിഞ്ഞിട്ട് അവരുടെ സമ്മതത്തോടു കൂടി അവരവിടെ ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷം
ICGക്കാർക്ക് ഇടാൻ വേണ്ടി ഒരു റീൽസ് അവരുടെ സമ്മതപ്രകാരം ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ ആവശ്യപ്രകാരം ICGക്കാരെ എടുത്തിട്ടുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ അഭിനയിച്ച ഇവരെ മാത്രമല്ല, വീഡിയോ ഷൂട്ട് ചെയ്ത് നടപ്പന്തലിൽ ആരാണോ വിഷ്വൽസ് ഷൂട്ട് ചെയ്തത് അവരും കൂടി ഈ കേസിൽ പ്രതിയാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, അങ്ങോട്ട് ക്യാമറ അലോഡ് അല്ലല്ലോ. അപ്പം അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ക്യാമറ അവിടെ അലൗഡ് അല്ല എന്ന് അവർ പറഞ്ഞിട്ട് തൊട്ടു പിന്നാലെ അവർ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. ഗുരുവായൂരമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിലൂടെ നടന്നിട്ട് അവിടെ എന്തോ വാങ്ങിക്കാൻ പോയതാണെന്നാണ് പറയുന്നത്. പക്ഷെ അതവർ മറ്റുള്ളവരെ ആരെയോ അല്ലെങ്കിൽ കുറച്ച് സ്ത്രീകൾ അങ്ങനെ ആയിരിക്കാം മേ ബി, അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഗുരുവായൂരമ്പലത്തിൽ വരുന്നുണ്ട്, നിയമം എനിക്കൊന്നും ഒരു ബാധകമല്ല, കണ്ടില്ലേ എന്നും പറഞ്ഞിട്ട് പിരികം ഇതിങ്ങനെ 3-4 തവണ പൊക്കി ഒരു ആക്ഷൻ അവർ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതൊരു ഹിന്ദുക്കൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വളരെ നന്നായിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ടെന്നതാ ഇപ്പം മനസ്സിലായല്ലോ. ഇങ്ങനെ ഉണ്ടാവും. അതാണ് അതിൻ്റെ ഉള്ള മറുപടി. ഹിന്ദുക്കളെ വെല്ലുവിളിക്കുകയാണ്. ഗുരുവായൂരമ്പലത്തിൻ്റെ ഉള്ളിൽ നടപ്പന്തലിലാണ് ഞാനിപ്പോൾ. അതുകൊണ്ടാണ് ആ പിരികം വെച്ചിട്ട് ഈ ആക്ഷൻ 3-4 തവണ അവർ കാണിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അത് തന്നെയാണ് ഏറ്റവും വലിയ കലാപ ശ്രമത്തിന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പിന്നെ അവരുടെ ഒരു വീഡിയോയുടെ അല്ല, ഒത്തിരി വീഡിയോകളുടെ തമ്പനയിലും അതിൽ പറയുന്ന കാര്യങ്ങളും കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഗുരുവായൂരമ്പലത്തിൻ്റെ പേര് വച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും അവർ പറയുന്നത്. അവർ ഗുരുവായൂരമ്പലത്തിൽ പോകുന്ന കാര്യങ്ങൾ എന്നും പറഞ്ഞിട്ട് അവർ തുടരെ മറ്റുള്ളവരുടെ മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും കുരു പൊട്ടിക്കാനായിട്ട് അവർ തുടരെ ഗുരുവായൂരിൽ പോകുന്ന വിശേഷങ്ങൾ, കാര്യങ്ങൾ, ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് കാണിക്കാറുണ്ട്. കാണിച്ചോട്ടെ, പക്ഷെ എന്തിനാണ് ഇങ്ങനത്തെ തമ്പനയിലുകൾ വെക്കുന്നത് എന്നൊരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കണം. ഈ ഒരു മാസത്തിന് മുമ്പ്, അതായത് ഈ കേസും കാര്യങ്ങളും ഗുരുവായൂരത്തെ ഉത്തരവും ഒക്കെ വന്നതിന് ശേഷം അവരുടെ വാട്സാപ്പിൽ ആരോ അവർക്ക് മെസ്സേജ് അയച്ചു എന്നും പറഞ്ഞിട്ട് അവരൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ ആ മെസ്സേജ് അയച്ച ആൾ പറയുന്നത്, നിന്നെ ഗുരുവായൂരമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നിന്റെ കൈ വെട്ടും, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വെട്ടും, കാല് വെട്ടും എന്നൊക്കെയോ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അതിനൊന്നും അവർ തെളിവുകൾ കൊണ്ടുവന്ന് കാണിച്ചിട്ടില്ല. സാധാരണ ഇവര് സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് ഇട്ടാൽ പോലും പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ഇവര് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു സംഭവം ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടും ഇവര് പോലീസ് സ്റ്റേഷനിൽ പോകാഞ്ഞത്? അതിന് പകരം ഇവര് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവര് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാണ്. എന്നിട്ട് പിറ്റേ ദിവസം ഗുരുവായൂരമ്പലത്തിൽ പോകുന്ന വിഷ്വൽസുകളാണ് ഇവർ എടുത്തിടുന്നത്. ആരും എൻ്റെ കൈ വെട്ടിയില്ല, ആരും എന്നെ കാൽ വെട്ടാൻ വന്നില്ല. അപ്പൊ ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. 2 മതവിഭാഗത്തിനെയാണ് വെല്ലുവിളിക്കുന്നത്. ഇത് കാണുമ്പോൾ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒപ്പം ഉരുപൊട്ടണം, അതാണ് ഉദ്ദേശം. അതുവഴി നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാവണം, അതുവഴി ഇവരുടെ പേര് ചർച്ച ചെയ്യപ്പെടണം, ഇവര് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അതല്ല ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അന്വേഷിക്കേണ്ടത് പോലീസാണ്, നമ്മളല്ല. ഈ ഹൈക്കോടതി നിയമം വന്നതിന് ശേഷം ഈ ഗുരുവായൂരമ്പലത്തിൽ അവർ ഇത് 4ാമത്തെ തവണയാണ് എൻ്റെ അറിവിൽ, 3-4 തവണ വന്ന് റീൽസ് ഷൂട്ട് ചെയ്ത് വിഷ്വൽസൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഷ്വൽസ് ഷൂട്ട് ചെയ്ത ആളുകളെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കിഴക്കേനടയിൽ വെച്ച് ഇനി ഷൂട്ട് ചെയ്താൽ കണ്ടുപിടിക്കും അല്ലെങ്കിൽ എന്താ എന്ന് വെച്ചിട്ടാണോ പടിഞ്ഞാറ് നടയിലോട്ട് മാറ്റിയത്? എല്ലാം അമ്പലത്തിൻ്റെ നടകൾ തന്നെയാണ്. അമ്പലം മതിൽ കെട്ടിനകത്താണെങ്കിലും പുറത്തുള്ള ആ നടപ്പന്തൽ എന്ന് പറയുന്നത് പ്രദക്ഷിണ വഴിയാണ്, അല്ലാതെ പൊതുജന നടവഴിയല്ല.
അഹിന്ദുക്കൾക്ക് നടപ്പന്തലിൽ, അതായത് പ്രദക്ഷിണ വഴിയിൽ പ്രവേശനമില്ല. ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അതിന് പോലീസ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു കേട്ടു, ഇത് കണ്ണൻ എനിക്ക് വീണ്ടും ഗുരുവായൂർ നടയിലേക്ക് വരാനുള്ള ഒരു അനുഗ്രഹമോ കാര്യമോ എന്തായിട്ടാണ് അത് തന്നത്. അപ്പം ഞാൻ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വീണ്ടും ഇവരിങ്ങനെ ഗുരുവായൂരിൽ വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ലോ എന്നായിരുന്നു എൻ്റെ വിഷമം. അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എനിക്ക് തോന്നി അതങ്ങനെയല്ല. എന്തെങ്കിലും അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും. സംഭവാമി യുഗേ യുഗയാണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു കാരണം ഉണ്ടാകും. അപ്പം എന്താണ് വീണ്ടും വീണ്ടും ഗുരുവായൂരിൽ നടയിലേക്ക് വരുത്തിച്ചത്? അപ്പം അതിൻ്റെ ഉത്തരമാണ് ഇപ്പം പകല് പോലെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഇപ്പം മനസ്സിലായില്ലേ കണ്ണൻ വിളിച്ചു വരുത്തിയത് എന്തിനാന്ന്? പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ കർമ്മയാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ ഗുരുവായൂരപ്പന് പഴിചാരിയിട്ട് ഒരു കാര്യവുമില്ല. ഗുരുവായൂരപ്പൻ നമുക്ക് നല്ലതേ ചെയ്യുള്ളൂ. അന്ന് പറഞ്ഞത് ഞാൻ ഇന്നും പറയുന്നു. ഗുരുവായൂരപ്പൻ്റെ പേര് കളങ്കപ്പെടുത്താനായിട്ട് ഒരാളും ഇത്തരം വേഷം കെട്ടലുമായിട്ട് നടക്കണ്ട. എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും. മനസ്സിലായില്ലേ? ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പം വിവാദങ്ങളിലേക്ക് ഗുരുവായൂരപ്പനെയും ഗുരുവായൂർ അമ്പലത്തിനെയും കൊണ്ടു ചെന്ന് എത്തിക്കാൻ ഈ സ്ത്രീ നല്ലോണം കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. മക്കളെ, കേരളത്തിൽ ഒരമ്പലത്തിനും ഇല്ലാത്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഗുരുവായൂരമ്പലത്തിന് സ്വന്തമായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പം ഇതൊക്കെ ഇനി അറിയാതെ സംഭവിച്ചതാണെന്നും പറഞ്ഞിട്ട് മാപ്പുമായിട്ട് ആരും വരാൻ നിൽക്കണ്ട. അറിയാതെയല്ല, വീണ്ടും 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 ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ. ബാക്കി ഇനി കോടതി തീരുമാനിക്കട്ടെ. ഇനിയും വന്നിട്ടൊരു ഫോട്ടോഷൂട്ട് നടത്താൻ തോന്നുന്നുണ്ടോ നടപ്പന്തലിൽ? ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇനിയും വരണം. അടുത്ത കേസുമായിട്ട് പോവാം.